ഹലോ എവരിവൺ. ഇന്ന് നമുക്ക് രസമുള്ളൊരു വീഡിയോ ആക്കാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഫൈനൽ കട്ട് പ്രോയിലാണ്, ആപ്പിളിൻ്റെ. അപ്പം ഞാൻ എൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനും എന്നാൽ ഇത്തിരി കൂടെ രസമുള്ള വീഡിയോ ചെയ്യാനുമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്ലഗിൻസ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഓക്കെ, ആദ്യത്തെ പ്ലഗിൻ എന്ന് പറയുന്നത് സൈബർ എന്നുള്ള പ്ലഗിനാണ്. ഫൈനൽ കട്ട് പ്രോ എന്നുള്ള ഓതറിൻ്റെയാണ്. നമുക്കതിപ്പോൾ ടൈറ്റിലിന് ഒരു ബേണിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ബേസിക് ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫൈനൽ കട്ട് പ്രോ എന്ന് കൊടുക്കുകയെന്ന് വെച്ചോ, ജസ്റ്റ് ഒരു റാൻഡം ഫോണ്ടും റാൻഡം സൈസും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് റെഡിയായി. നമുക്കിവിടെ എഫക്ട്സിൽ പോയി കഴിഞ്ഞിട്ട് സൈബർ ടൈപ്പ് ചെയ്താൽ ഇതാണ് സൈബർ എന്നുള്ള പ്ലഗിൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കളറൊന്ന് മാറ്റാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻ നടത്തി നോക്കാം. ഇവിടെ സ്മൂത്തനിങ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റെഡി, ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു ഫ്ലെയിമി എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ സൈബർ എന്നുള്ള പ്ലഗിൻ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിപ്പിൽ തന്നെ ഒരു ലോഗോ ഇൻട്രോ ചെയ്യണമെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് IF മോഷൻ്റെ ലോഗോ റിവീലർ എന്ന് പറഞ്ഞ ടൈറ്റിൽ കിറ്റ്. ഇതിൽ തന്നെ ക്ലീൻ, ഗ്ലിച്ചി, മോഷൻ ഗ്രാഫിക്സ് അങ്ങനെ 10ഓളം എഫക്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് കിട്ടുന്നുണ്ട്. ലോഗോ ആഡ് ചെയ്യേണ്ടതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് എല്ലാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, നമ്മൾ ക്ലീൻ ആയിട്ടൊരു ടൈറ്റിലാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനൊരു എന്താ പറയുക പ്രീ കമ്പോസ്ഡ് ടെംപ്ലേറ്റ് ഇതിലുണ്ട്. നമുക്ക് എപ്പോഴാണ് ആവശ്യം വെച്ചാൽ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലിച്ചി എഫക്റ്റാണ് വേണ്ടതെങ്കിൽ ഇതുപോലെയും കുറച്ച് മോഷൻ ഗ്രാഫിക്സ് കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ടെംപ്ലേറ്റുകളെല്ലാം IF മോഷനിലെ ലോഗോ റിവീലർ പാക്കിനകത്തുള്ളതാണ്. നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഫുട്ടേജിന് ഒരു എന്താ പറയുക ഒരു ഹാൻഡ് ഹെൽഡ് ഷേക്ക്, അതായത് നമ്മൾ സാധാരണ കൈ പിടിക്കുമ്പോൾ ഒരു ക്യാമറ ഷേക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറ ഷേക്ക് നിങ്ങളുടെ ക്ലിപ്പിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൂലി ഹാൻഡ് ഹെൽഡ് എന്നുള്ള ഒരു പ്ലഗിൻ ഉണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്ലിപ്പ്. ഇതിൽ നമുക്ക് ഒരു ഹാൻഡ് ഹെൽഡ് എഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ എഫക്ട്സിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തൊരു പ്ലഗിനാണ് ഹാൻഡ് ഹെൽഡിൻ്റെ. ഓൾറെഡി ഞാൻ ഇതിൽ കുറച്ച് അധികം ഹാൻഡ് ഹെൽഡ് എഫക്ട്സിൻ്റെ ഫയലുകളുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഒരു 55mm ഹാൻഡ് ഹെൽഡ് എന്ന് പറഞ്ഞ പ്ലഗിൻ നമുക്കിതിൽ ആഡ് ചെയ്യാം. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ഒരു ഹാൻഡ് ഹെൽഡ് ഷേക്ക് എഫക്റ്റ് കിട്ടാനായിട്ട് ഈ പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന പ്ലഗിൻ ഒരു ടൈറ്റിൽ എഫക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു ടൈപ്പ് റൈറ്റർ എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിനാണ് RT ടൈപ്പ് ഓൺ കർസർ എന്ന് പറയും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 എഫക്റ്റ് കിട്ടും. ഒരെണ്ണം മോഡേണും ഒരെണ്ണം 80s എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കമ്പ്യൂട്ടർ പോലത്തെ ഒരു ഫോണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ മോഡേൺ ആണ് നമ്മൾ ഡ്രാഗ് ചെയ്തിടുന്നതെങ്കിൽ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. തൽക്കാലം നമുക്ക് ദിസ് ഈസ് ഫൈനൽ കട്ട് പ്രോ എന്ന് എഴുതുക. ഫോണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് പ്ലഗിന്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. കേഴ്സറിൻ്റെ കളർ മുതൽ കേഴ്സറിൻ്റെ വീതി എത്ര വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈപ്പിംഗ് സ്പീഡ്, ബ്ലിങ്കിങ് സ്പീഡ്, ടൈപ്പിങ്ങിൻ്റെ ഡിലേ എത്ര വേണം, അതെല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയാണ് ഇതിലെ ഏറ്റവും ലാസ്റ്റ് പ്ലഗിൻ. അതിന് നമുക്ക് ആദ്യം ഒരു വീഡിയോ വേണം. എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്കിതാ ഈ കാണുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. നമുക്കത് എളുപ്പവഴി ഞാൻ രണ്ടാമത് പറഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു മാസ്ക് ആഡ് ചെയ്ത് ഇവിടെ സൈഡിൽ ഇങ്ങനെ എടുത്ത് കാണിക്കും. പക്ഷെ എന്നാൽ ഇത് ഇത്തിരി കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈയിടെ ഒരു പ്ലഗിൻ കിട്ടി, സൂം ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ടാപ്പ് 5A എന്ന് പറഞ്ഞത് ടാപ്സ എന്നാണ് പുള്ളിക്കാരൻ തന്നെ സ്വയമേ പറയുന്നത്. അപ്പോൾ ആ പ്ലഗിൻ ഇതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അത് ഇതുപോലെ വരും. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഭാഗമാണോ പോയിൻ്റ് ചെയ്യേണ്ടത് അതും, ഈ റൈറ്റ് സൈഡിലുള്ളത് അതിൻ്റെ പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. എനിക്ക് വേണ്ടതിൻ്റെ ഈ പറയുന്ന സെക്ഷനാണ്. എനിക്കിതൊന്ന് വലുതാക്കണം. നമുക്കിവിടെ ഹൈറ്റും വിഡ്ത്തും കൂട്ടാവുന്നതാണ്. സൂം ചെയ്ത പ്രിവ്യൂവിന് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. കയ്യിൽ ഇപ്പോൾ ഇത് സ്ക്വയറാണ്, അപ്പോൾ നമുക്ക് റൗണ്ടഡ് കോർണർ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെറ്റപ്പ് മോഡ് ഡിസേബിൾ ചെയ്യുക. ഇനി നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ
എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്ലഗിൻസ്. അതായത് എൻ്റെ വർക്ക് ഫ്ലോ ഈസി ആക്കാനും അതുമാത്രമല്ല എൻ്റെ എഡിറ്റിങ്ങിന് ഇത്തിരി കൂടെ ബെറ്റർ ആക്കാനും. ഈ പ്ലഗിൻസ് എല്ലാം ടോട്ടലി ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫൈനൽ കട്ട് പ്രോയിലോ അല്ലെങ്കിൽ വേറെ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോ ഇതുപോലെ നിങ്ങൾക്ക് പ്ലഗിൻസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമുക്കത് പരിഗണിക്കാവുന്നതാണ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.